ഒരു പേഴ്സണൽ റിലേഷനിലും നമ്മളൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒഴിച്ച് ബാക്കിയുള്ള സറൗണ്ടിങ്സ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എഫക്റ്റ്? നമസ്കാരം, എല്ലാവർക്കും സിംപ്ലി 5ലേക്ക് സ്വാഗതം. നമ്മുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് എളുപ്പത്തിൽ 5 പോയിൻറ്റ്സിലൂടെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സിംപ്ലിഫൈയിലൂടെ പറഞ്ഞു പോകുന്നത്. ഹൗ ടു സിംപ്ലിഫൈ ദ സിറ്റുവേഷൻസ് യു ഫേസ് ഇൻ ലൈഫ്. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോതെറാപ്പിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ നല്ലൊരു എഫക്റ്റീവ് കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേറ്റർ ആവുന്നതെന്നാണ്. കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമ്മൾ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, നമ്മൾ എത്ര നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് പോലെ ഇരിക്കും നമ്മളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുക. പല തെറ്റിദ്ധാരണയ്ക്കും വഴിയൊരുക്കുന്നത് പുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? പോയിൻറ്റ് നമ്പർ 1, നമ്മൾ എപ്പോഴാണോ ഒരു പബ്ലിക് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് അവിടെ നമ്മളുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ നമ്മളുടെ വിഷ്വൽ ഇമേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാനുള്ള കോൺഫിഡൻസ് താനേ വരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വൽ ഇമേജാണ് അവർ നമ്മളെക്കുറിച്ച് ആദ്യം വിലയിരുത്താനെടുക്കുന്ന ഒരു കാര്യം. നമ്മൾ നന്നായി ഡ്രസ്സ് ചെയ്യുക, നല്ല ക്ലീനായിട്ട് ഡ്രസ്സ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഹെയർ, നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസ്, ഇതെല്ലാമാണ് നമ്മുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവർ നമ്മളെ പെർസീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, അത് അതേ രീതിയിൽ വേണം നമ്മളൊരു വിഷ്വൽ ഇമേജ് കൊടുക്കാൻ. രണ്ടാമതായി വേണ്ടത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പോസ്റ്റർ കറക്ഷനാണ്. നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിവർന്ന് നിന്ന് നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നതിൽ അവർക്കൊരു സംശയം തോന്നാറില്ല. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ സ്വീകരിക്കാൻ തയ്യാറാവും. അപ്പോൾ നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റർ പെർഫെക്റ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മളുടെ ഐ കോണ്ടാക്റ്റും അതുപോലെ ഹാൻഡ് ജെസ്റ്ററും കറക്റ്റായിരിക്കണം. നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരു പേഴ്സണൽ റിലേഷനിലും നമ്മളൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒഴിച്ച് ബാക്കിയുള്ള സറൗണ്ടിങ്സ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എഫക്റ്റ്? തീർച്ചയായും നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് അവരിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഹാൻഡ് ജെസ്റ്റർ ഉപയോഗിക്കുകയും വേണം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഊന്നൽ കൊടുത്ത് പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ എക്സ്പ്രഷൻസ് കൈകളിലൂടെ കാണിക്കാൻ ശ്രമിക്കണം. നമ്മളീ പറഞ്ഞ 3 പോയിൻ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 4ാമത്തെ പോയിൻ്റ്. അത് നമ്മുടെ വോയിസ് മോഡുലേഷനാണ്. വോയിസ് മോഡുലേഷൻ, നമ്മൾ നല്ല കാര്യം പറയുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് അതനുസരിച്ച് നമ്മുടെ വോയിസിൽ വ്യത്യാസം കൊണ്ടുവരണം. നമ്മൾ കുറച്ച് അസേർട്ടീവായിട്ട് പറയുമ്പോൾ അതിന് ഊന്നൽ കൊടുത്ത് പറയണം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിന് ഇമോഷൻസ് വരുന്നത് എപ്പോഴും നമ്മുടെ വോയിസ് മോഡുലേഷനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ വോയിസ് മോഡുലേഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ്, പോയിൻ്റ് നമ്പർ 5, നമ്മൾ സംസാരിക്കുമ്പോൾ ഫോക്കസ്ഡ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും സംസാരിക്കുക. പറയേണ്ട കാര്യം വലിച്ചു നീട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന ആളെ ബോറടിപ്പിച്ചാൽ നമ്മൾ ബാക്കി എല്ലാ 4 പോയിൻറ്റ്സ് ഫോളോ ചെയ്താലും ആരും നമ്മുടെ സംസാരം കേൾക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് പറയേണ്ട കാര്യം വളരെ ഫോക്കസ്ഡ് ആയിട്ടും ഏറ്റവും ചുരുക്കത്തിലും പറയുക. അവർക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ലഭിക്കും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 5 പോയിൻറ്റ്സും നിങ്ങൾ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുമാകാം നല്ലൊരു കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേറ്റർ. പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സായി മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ മറ്റുള്ളവരിലെ കറക്റ്റായിട്ട് എത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോതെറാപ്പിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.